ഇന്നുണ്ടല്ലോ ചേട്ടൻ പുറത്തേക്ക് പോയി വരുമ്പോണ്ടല്ലോ ഒരു വലിയ കരുനാരങ്ങ കൊടുന്നു കേട്ടോ. അത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്താണെന്നാണ് പറഞ്ഞത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് കരുനാരങ്ങ ഇത്രയും ഭംഗിയിൽ അങ്ങ് കിട്ടാറില്ല. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെക്കുക കേട്ടോ. അത് തല വരുമ്പോണ്ടല്ലോ നമ്മുടെ കരുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കയ്പ്പ് അങ്ങ് പോകും കേട്ടോ. ആ തൊലിക്കൊരു കയ്പ്പുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും. പിന്നീട് നമുക്ക് എടുത്തിട്ട് അരിയാട്ടോ. അരിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് തിരില്ലേ, കല്ലുപ്പ് തിരുമ്മായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കല്ലുപ്പ് തിരുമ്മിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടി വയ്ക്കുക, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലിയും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നാരങ്ങയുടെ കയ്പിളകുമെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ നല്ല നാരങ്ങ അച്ചാർ തയ്യാറായി.